Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോക്കു ആണെങ്കിൽ ഇപ്പൊ നല്ലൊരു കൃഷിക്കാരനായിരിക്കുകയാണ്. അവൻ കൃഷിയുടെ മറവില് തോട്ടനെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് നൈസായിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. ആ സമയം സെയ്റ്റാൻ അവിടേക്ക് വന്ന് അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു പ്രൈസ് മണി അത് ഗോക്കുവിന് കൊടുക്കും. മനസ്സില്ലാ മനസ്സും ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ഗോക്കു അത് വാങ്ങിക്കും. അതിനുശേഷം അത് ചീച്ചിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ അത് കണ്ട് സന്തോഷിക്കും. ഉടനെ ഗോക്കു ആണെങ്കിൽ കിങ്കായുടെ അടുത്തേക്ക് പോയി ട്രെയിനിങ് എടുക്കാനുള്ള പെർമിഷൻ ചോദിക്കും. അവളതിന് സമ്മതം കൊടുക്കും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു വില്ലൻ ടീമിനെ കാണിക്കും. ഒരു ഗ്രഹത്തിലുള്ള ആളുകളെല്ലാം രുചികരമായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ടും ആ ഒരു ഗ്രഹത്തിന്റെ പകുതി തന്നെ അവ നശിപ്പിച്ചു കളയുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് കിങ്കായി ആളാണെങ്കിൽ തങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ആ ഒരു ലോകത്ത് അങ്ങനെ കാറൊക്കെ ഓടിച്ച് രസിക്കുകയാണ്. എപ്പോഴത്തേതും പോലെ കുറെ വളിപ്പൊക്കെ പറഞ്ഞ് കൂടെയുള്ള കുരങ്ങനെയൊക്കെ ചെരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അവർക്കത് ഒട്ടും ഇഷ്ടാവില്ല. ഇതൊക്കെ ചിരി വന്നില്ലെങ്കിൽ ഞാൻ മറ്റൊരു ടോപ്പിക്ക് പിടിക്കാന്ന് പറഞ്ഞ് ആളാണെങ്കിൽ മറ്റൊരു ടോപ്പിക്ക് പിടിക്കാൻ ശ്രമിക്കുന്ന അതേ സമയം മുൻപിലേക്ക് ആരോ വന്ന് ചാടുകയാണ്. എങ്ങനെയൊക്കെയോ കാറ് വളച്ചും തിരിച്ചും താഴേക്ക് കൊണ്ടുപോകും. പക്ഷെ കൺട്രോൾ പോയ കാറാണെങ്കിൽ അവരുടെ വീട് ഇടിച്ച് തെറിപ്പിക്കുകയാണ്. വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഗോക്കു ആണെങ്കിൽ കാർ അങ്ങനെ ഇടിക്കുന്നത് കണ്ട് ഒന്ന് വണ്ടറടിക്കും. അതിനുശേഷം നൈസായിട്ട് ചിരിച്ച് ആളുടെ അടുത്തേക്ക് വരികയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ സുപ്രീം കായും ടീമും ആണെങ്കിൽ തകർന്നു പോയ വീട് അത് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് റെഡിയാക്കും. ഗോക്കു ആണെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ ഫുഡ് കഴിക്കുകയാണ്. ഉടനെ ഗോക്കു ആണെങ്കിൽ സുപ്രീം കായോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാജിക് പവർ ഉപയോഗിച്ച് ഇത് ഒറ്റയടിക്ക് റെഡിയാക്കി കൂടാ? അതിന് അദ്ദേഹം പറയും, അങ്ങനെ റെഡിയാക്കിയിട്ട് കാര്യമില്ല, ഇത് കഷ്ടപ്പെട്ട് എനിക്ക് എന്നെ കൈകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതിരിക്കട്ടെ, ഇപ്പൊ എന്തിനാ ഭൂമിയിൽ നിന്ന് ഇവിടേക്ക് വന്നേ? അതിന് ഗോക്കു ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു തീർത്ത് ഒരേമ്പക്കൊക്കെ വിട്ട് എന്റെ വയറ് നിറഞ്ഞു. ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് നന്നായിട്ട് ട്രെയിനിങ് എടുക്കണം. ഇവിടെ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ല പവർ കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. കിങ്കായ് ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഫ്യൂസ് അടിച്ച പോലെ ആയിത്തീരും. എന്തുപറ്റി? ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതിന് കിങ്കായ് തീർത്ത് പറയും, ഇല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഇവിടേക്ക് വന്ന് എന്റെ ഈ സ്ഥലം കുളമാക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. നീ ഇവിടേക്ക് വന്നപ്പോ തന്നെ എന്റെ ഈ വീട് തകർന്നു വീണു, അത് നീ കണ്ടില്ലേ? പക്ഷെ ഗോക്കു ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ട്രെയിനിങ് എടുക്കാൻ പോവുകയാണെന്ന് പറയും. കിങ്കായ് ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇപ്പൊ ബുൽമയെ കാണിക്കുകയാണ്. ബുൽമയാണെങ്കിൽ പ്ലെയിനൊക്കെ പറത്തി കാര്യമായിട്ട് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ട്രങ്ക്സിനെ വിളിക്കും. ട്രങ്ക്സ്, നമ്മൾ ഓൾമോസ്റ്റ് എത്തേണ്ട സ്ഥലത്ത് എത്താനായി കഴിഞ്ഞിരിക്കുകയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പോൾ ബെഡിൽ നിന്ന് എഴുന്നേക്കും. എനിക്ക് ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഞാനും പപ്പയും പറക്കും പോലെ പറന്നു പോവാണെങ്കിൽ ഇതിലും വേഗത്തിൽ അവിടെ എത്താൻ കഴിയുമായിരുന്നു. അതിരിക്കട്ടെ, പപ്പ എവിടെയെന്ന് അവൻ ചോദിക്കും. അതിനവള് പറയും, നിന്റെ പപ്പയ്ക്ക് ഈ ഫ്ലൈറ്റിൽ കയറാൻ വളരെയധികം മടിയാണ്. ഞാൻ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ആൾ തയ്യാറാവുന്നില്ല. ആൾ ഈ ഫ്ലൈറ്റിന്റെ മുകളിലുണ്ടെന്ന് പറയും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പോ ഫ്ലൈറ്റിന്റെ മുകളിൽ നിൽക്കുന്ന വജീറ്റയെ കാണിക്കുകയാണ്. ഇത് ശരിക്കും ബോറിംഗ് ആണ്, നിനക്ക് സ്പീഡിൽ ഈ ഫ്ലൈറ്റ് ഓടിക്കാൻ പോലും അറിയില്ല എന്ന് പറയും. അത് കേട്ട് ബുൽമയാണെങ്കിൽ വളരെ സ്പീഡിൽ ഫ്ലൈറ്റ് ഓടിച്ച് വെള്ളത്തിന്റെ ഉള്ളിലൂടെ കൊണ്ടുപോകും. പിന്നീട് കാടിന്റെ ഉള്ളിലൂടെ ഒക്കെ കൊണ്ടുപോയി പുറത്തേക്ക് വരികയാണ്. വെജീറ്റയുടെ ഫേസിലുണ്ടായിരുന്ന ചക്കയും മാങ്ങയൊക്കെ തട്ടിക്കളഞ്ഞ് വെജീറ്റ ക്യാഷ്ലായിട്ട് നിൽക്കും. ബുൽമ ആൻഡ് ഫാമിലി ആണെങ്കിൽ ഇപ്പൊ വലിയൊരു ഷോപ്പിംഗ് മാളിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ട് ഡ്രസ്സൊക്കെ അവർ വാങ്ങിക്കും. ബുൽമയാണെങ്കിൽ ഇപ്പൊ വെജീറ്റയോട് പറയും, എനിക്ക് സത്യത്തിൽ ഇത് സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് കാലമായി ഇത്തരത്തിലൊരു ഔട്ടിങ്ങിന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. പക്ഷേ ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളോടൊപ്പം വന്നിരിക്കുകയാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇതെങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സുണ്ടായി? അതിന് വെജീറ്റ പറയും, ഓൾറെഡി ഞാനും ട്രങ്ക്സും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. അവൻ ഒരേ ഒരു പഞ്ച് എന്റെ ദേഹത്ത് വെക്കാൻ കഴിയുകയാണെങ്കിൽ അവൻ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിരുന്നു. അവനത് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ട്രിപ്പിന് സമ്മതിച്ചതെന്ന് പറയും. ട്രങ്ക്സ് ആണെങ്കിൽ അവന്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് വരും. എങ്ങനെയുണ്ട്, കൊള്ളാമോ ചോദിക്കും. വെജീറ്റ ആണെങ്കിൽ മുഖം തിരിച്ചു നിൽക്കും. എന്നോട് ചോദിക്കണ്ട, നിന്റെ അമ്മയോട് ചോദിക്കും. നീ പ്രോപ്പറായിട്ട് ഹുക്ക് പോലും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ട്രങ്ക്സ് ആണെങ്കിൽ അത് നേരെ ഇടും. ആ സമയത്ത് ബുൽമയാണെങ്കിൽ അവൻ ആഗ്രഹിത നോക്കും. പക്ഷെ വെജീറ്റ അവൻ ദേഷ്യപ്പെട്ട് മാറും. ആദരങ്ങൾ എടുക്കാനായിട്ട് ഇപ്പൊ ബുൽമയാണെങ്കിൽ വെജീറ്റയുടെ ഹെൽപ്പ് ചോദിക്കും. അതിന് വെജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെടും. അതിനുശേഷം അവർ ഫുഡ് കഴിക്കാനാണെങ്കിൽ റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് ഫുഡ് അതങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് അവരകത്താക്കും. അതിൽ ഒക്ടോപ്പസിന്റെ ബോഡിയിൽ നിന്ന് ഇങ്ക് ഇപ്പൊ വെജീറ്റയുടെ ദേഹത്തേക്ക് തെറിക്കും. അതുകൊണ്ട് വെജീറ്റയാണെങ്കിൽ ഫുൾ കലിപ്പിലായി മാറും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കഷ്ടപ്പെട്ട് അവനെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ ബീച്ചിലേക്ക് വന്ന് അവർ ഹായ് ആയിട്ട് കാഴ്ചയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊട്ടി ടൂറിത്തായിട്ടൊരു കപ്പൽ കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. ബുൽമയാണെങ്കിൽ അത് ചൂണ്ടി കാണിച്ചു കൊടുക്കും. എന്റെ ബർത്ത്ഡേ പാർട്ടി അതുപോലെ ഒരു കപ്പൽ വെച്ച് ആഘോഷിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നൈറ്റ് പാർട്ടി കാണിക്കും. എല്ലാവരും ഫുഡും ഡ്രിങ്ക്സും ആയിട്ട് ആഘോഷിക്കുമ്പോൾ വെജീറ്റയെ കാണാതെ ഇപ്പോ ട്രങ്ക്സും അതുപോലെ ബുൽമയും അവർ രണ്ടുപേരും ആളുകൾക്കിടയിൽ അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആങ്കർ ആണെങ്കിൽ പാർട്ടിയെ കുറിച്ച് കൂടുതൽ സംസാരിച്ച് ഫയറൊക്കെ ഉപയോഗിച്ച് ഡാൻസ് കളിക്കാനായിട്ട് പറയും.
അതേസമയം വജീറ്റ അവൻ ആ കാണികൾക്കിടയിൽ ദേഷ്യപ്പെട്ട് നിൽക്കും. ഇപ്പോഴും ഗോക്കു ആണ് നമ്പർ 1. ആ മാജിക് ബൂവിനെ തോൽപ്പിച്ച് നമ്പർ 1 പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. എന്നെ കൊണ്ടത് വിട്ടുകൊടുക്കാനായിട്ട് കഴിയില്ല. ആങ്കർ ആണെങ്കിൽ അത്രയും സന്തോഷിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഫുൾ കലിപ്പിൽ നിൽക്കുന്ന നമ്മുടെ വജീറ്റയെ കാണും. നമ്മുടെ ഈ പാർട്ടിയിൽ അദ്ദേഹം മാത്രമാണ് ഡിസപ്പോയിന്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം സ്റ്റേജിൽ വന്ന് ഡാൻസ് കളിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കാന്ന് പറയും. പിന്നെ എല്ലാവരും വജീറ്റയെ ശ്രദ്ധിച്ച് വജീറ്റയെ സ്റ്റേജിലേക്ക് അയക്കാനായിട്ട് അങ്ങനെ ആരോ മുഴക്കുകയാണ്. ദൂരത്തായിട്ട് ഇപ്പൊ ബുൽമയും അതുപോലെ തന്നെ ഗോട്ടനും വജീറ്റയെ കാണും. ഓ, നമ്മൾ ഇത്രയും നേരം അന്വേഷിച്ചത് അച്ഛനെയാണ്. അച്ഛൻ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നടുക്ക് തന്നെ ഉണ്ടായിരുന്നു. ആണെങ്കിൽ വജീറ്റയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ജനങ്ങളാണെങ്കിൽ വജീറ്റയോട് ആ ഒരു പാർട്ടി സ്റ്റേജിലേക്ക് പോയി ഡാൻസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കൺട്രോൾ പോയ വജീറ്റ ആണെങ്കിൽ നിർത്തണോ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്, എനിക്ക് ഇപ്പൊ ഡാൻസ് ചെയ്യാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പറന്നു പോകും. വജീറ്റ പറന്നു പോകുന്നത് കണ്ട ആ ആങ്കർ ആണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് പോകും. എല്ലാവരും അത്ഭുതത്തോടു കൂടെ ആ ഒരു കാഴ്ച കണ്ട് നിൽക്കുകയാണ്. ഗോട്ടൻ ആണെങ്കിൽ ഇപ്പൊ വജീറ്റയ്ക്ക് ടാറ്റയൊക്കെ കൊടുക്കും. അച്ഛൻ ഇത്രയും നേരം ക്ഷമയോട് കൂടെ ഇവിടെ നിൽക്കുമെന്ന് ഞാൻ കരുതിയതല്ല. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സാക്രിഫൈസ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. കട്ട് ചെയ്താ ഇപ്പൊ ആ വില്ലനെ കാണിക്കും. ആ വില്ലനാണെങ്കിൽ എന്റെ അസിസ്റ്റന്റിനോട് എനിക്കൊരു നല്ല സ്വപ്നം വന്നു, നീ എവിടെയാണെന്ന് ചോദിക്കും. അതിന് അസിസ്റ്റന്റ് പറയും, അങ്ങേക്ക് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവരാനായിട്ട് ഞാനൊരു സ്ഥലം വരെ പോവുകയാണെന്ന് പറയും. കട്ട് ചെയ്താ ഇപ്പൊ വലിയൊരു പ്ലാനറ്റ് കാണിക്കും. അവിടെയാണെങ്കിൽ വലിയൊരു ദിനോസർ. അതിന് അവിടെയുള്ള ചില പ്രത്യേകതര ജീവികളാണെങ്കിൽ അറ്റാക്ക് ചെയ്ത് തകർത്ത് കളയാണ്. ആ സമയം അസിസ്റ്റന്റ് അവിടേക്ക് വന്ന് എനിക്ക് ഡൈനോസറിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, പിന്നെ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറയും. പക്ഷെ അവരുടെ ലാംഗ്വേജ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അവർക്കത് എന്താണെന്ന് മനസ്സിലാവില്ല. ഉടനെ അവരുടെ ലാംഗ്വേജിൽ അസിസ്റ്റന്റ് സംസാരിക്കും. ഓപ്പോസിറ്റ് ഉള്ളവരാണെങ്കിൽ ആ ദിനോസറിനെ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല. അതിന് അസിസ്റ്റന്റ് പറയും, എന്റെ ബോസ് വെറും 2 മിനിറ്റ് മാത്രമാണ് ഇതിനെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സമയം തന്നത്. സോ മര്യാദയ്ക്ക് ഇത് വിട്ടു തരികയാണെങ്കിൽ നിങ്ങളുടെ ജീവനും അതുപോലെ തന്നെ ഈ ഗ്രഹവും സേഫ് ആയിരിക്കും. അത് കേട്ട് ഓപ്പോസിറ്റ് ഉള്ള ആളാണെങ്കിൽ ഇപ്പൊ ഒരു മോൺസ്റ്ററായി മാറുകയാണ്. അടുത്ത നിമിഷം അസിസ്റ്റന്റ് ആണെങ്കിൽ വണ്ടർ അടിക്കും. ഓ, നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചേഞ്ച് ആവാൻ കഴിയോ? അതേസമയം ആ മെയിൻ വില്ലൻ അവിടേക്ക് കടന്നു വരികയാണ്. സമയം കഴിഞ്ഞു, ഇവിടെ മുഴുവൻ തകർത്ത് കളാം. ഞാനൊരു നല്ല സ്വപ്നം കണ്ടു, ഇതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ ദിനോസറിനെ തിന്നുന്നത്. അതിന് അസിസ്റ്റന്റ് പറയും, നിങ്ങളുടെ സ്വപ്നം പലപ്പോഴും ഫോൾസ് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. ഈ ദിനോസറിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത നിമിഷം ഓപ്പോസിറ്റുള്ള ആ ജയന്റ് ആണെങ്കിൽ എടുത്തു ചാടി വന്ന് ആ ഒരു വില്ലനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. വില്ലനാണെങ്കിൽ ഒറ്റ വിരലുകൊണ്ട് അതിന്റെ കംപ്ലീറ്റ് പഞ്ചുകളും എനർജിയും ഒക്കെ തന്നെ പ്രിവെന്റ് ചെയ്യുകയാണ്. ആ ഒരു ജയന്റ് ആണെങ്കിൽ വലിയൊരു പവർ വില്ലന് നേരെ ഉപയോഗിക്കും. നിന്റെ പവർ നീ തന്നെ എടുത്തോളാൻ പറഞ്ഞ് ആ ഒരു പവർ അവന് നേരെ തന്നെ അയച്ച് അവനെ നശിപ്പിച്ച് കളയാണ്. അതിനുശേഷം വലിയൊരു പവർ ആ ഗ്രഹത്തിലേക്ക് ഇട്ട് ആ ഗ്രഹം മുഴുവനായിട്ട് നശിപ്പിക്കും. കട്ട് ചെയ്ത ഏജ്ഡ് കായെ കാണിക്കും. ആളാണെങ്കിൽ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. നിനക്കത് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ലേ? എവിടെയോ വലിയൊരു അപകടം നടക്കുന്നുണ്ട്. സുപ്രീം കായ്ക്കാണെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പാപ്പൻ കായാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, 39 വർഷത്തിന് ശേഷം അവൻ കണ്ണു തുറന്നിരിക്കുകയാണ്. അവൻ ശരിക്കും നാശത്തിന്റെ ഒരു വിത്താണ്. ഇപ്പൊ ഗാലക്സിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ വജീറ്റയെ കാണിക്കും. വജീറ്റ ആണെങ്കിൽ ഇപ്പോ ആ ഒരു ഗ്രാവിറ്റി റൂമിലേക്ക് പോയി ഗ്രാവിറ്റി ഒരുപാട് കൂട്ടി അവിടെ ഗണ്ണൊക്കെ സെറ്റ് ചെയ്ത് അവന് ഷൂട്ട് ചെയ്യിപ്പിച്ച് അതിനിടയിലൂടെ അവൻ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കാക്കറോട്ട് ഗോക്കു, നിന്നെ തോൽപ്പിക്കുക എന്നാണ് എന്റെ ലക്ഷ്യം. നിന്നെ കഴിഞ്ഞ പവർ ലെവലിലേക്ക് ഞാൻ വരും. സമയം മറ്റൊരു ഭാഗത്ത് ഗോക്കു ആണെങ്കിൽ ഇപ്പോ കായ് വേൾഡില് കാര്യമായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വജീറ്റ ആണെങ്കിൽ അടിച്ചു പറയും, ഇന്നല്ലെങ്കിൽ നാളെ ഗോക്കു നിന്നെ ഞാൻ തോൽപ്പിക്കും. ഈ പ്രപഞ്ചത്തിലെ നമ്പർ 1 സൂപ്പർ ഹീറോ അത് ഞാനായി മാറുമെന്ന് പറയും. കട്ട് ചെയ്ത വീണ്ടും ആ വില്ലനെ കാണിക്കും. എന്റെ സ്വപ്നത്തിൽ കിടക്കെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് പറ്റിയൊരു എതിരാളിയുടെ രൂപം അത് ഞാനങ്ങനെ കാണാറുണ്ട്. ഇപ്പൊ അതെനിക്ക് ഏകദേശം വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്റെ എതിരാളിയുടെ പേര് അതൊരല്പം എനിക്കിപ്പോ ക്ലിയർ ആയിട്ട് വന്നിരിക്കുകയാണ്. സൂപ്പർ സയാൻ എന്നാണ് അവന്റെ പേരിന്റെ തുടക്കം. സൂപ്പർ സയാൻ ഗോഡ്. അല്പം കൂടെ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ ഫുൾ നെയിം കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കേട്ട അസിസ്റ്റന്റ് ആണെങ്കിൽ ആ വില്ലനോട് പറയും, നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട, ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യം നല്ല ആഹാരവും റെസ്റ്റും ആണെന്ന് പറയും. അത് കേട്ട വില്ലൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.